കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നതും ഏറ്റവും കൂടുതൽ അങ്കലാപ്പുകളും ആഭ്യന്തര തർക്കങ്ങളുമാണ് ഒരു സൈഡിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും BJPക്കുള്ളിൽ നടക്കുന്ന സാമ്പത്തിക തർക്കങ്ങളും പണവിവാദങ്ങളും ഇപ്പോൾ തെരുവിലേക്ക് നീളുന്ന കാഴ്ചകളാണ് കേരള പൊതുസമൂഹം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വം നൽകിയ ശതകോടികളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ ചൊല്ലി BJPക്കുള്ളിലെ മുതിർന്ന നേതാക്കൾ തന്നെ പരസ്പര വിരുദ്ധമായ നിലപാടുകൾ പരസ്യമായി തുറന്നു പറയുമ്പോൾ സംസ്ഥാന നേതൃത്വം വലിയ രീതിയിൽ പ്രതിരോധത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങൾക്കുള്ളിൽ നിലപാടുകൾ മാറ്റിപ്പറഞ്ഞ വാർത്തകൾ നിറയുന്ന പൂഞ്ഞാർ MLA PC ജോർജിന്റെ പ്രസ്ഥാനങ്ങൾ പാർട്ടിക്കുള്ളിൽ പുതിയൊരു ആശയക്കുഴപ്പം കൂടിയാണ് തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആലോചിക്കണം, ഒരു ഭാഗത്ത് ഈ പറഞ്ഞ പണവിധാനങ്ങൾ വലിയ തരത്തിൽ ചർച്ചയാക്കുമ്പോൾ മറ്റൊരു തരത്തിൽ PC ജോർജ് കൂടി ഒരു തലവേദനയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ വൻ രാഷ്ട്രീയ പരിഹാസത്തിന് ഇത് വലിയ തരത്തിൽ വഴിവെച്ചിട്ടുണ്ട്. എനിക്ക് ഒരൊറ്റ തന്തയുള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ്. പാർട്ടി മാറുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിവികാരാധീനായി PC ജോർജ് നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ആ പ്രസംഗം ഒന്ന് കണ്ടുവരാം. ഞാൻ ചിരിച്ചെന്ന്, കാരണം ഒരാൾക്കെങ്കിലും ഒരു നയാ പൈസ ഞാൻ കൊടുത്തതായി ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതായി ഗ്രഹിക്കാമെങ്കിൽ ഞാൻ ശിക്ഷിച്ചോന്ന് പറയുന്നില്ല, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പറ്റുമോ? ഒരാൾക്കെങ്കിലും ഞാൻ രൂപ കൊടുക്കുകയോ ഞാൻ പറഞ്ഞിട്ട് കൊടുത്തതായിട്ട് തെളിവ് തരാമെങ്കിൽ ആത്മഹത്യ ഞാൻ ചെയ്തിട്ടില്ല. കാരണം അതിനൊന്നും സമയമില്ല. നമ്മൾ വോട്ടുകളുടെ നോട്ട് പിടിക്കുകയാണ്. ഇത്തവണ 36,000 നോട്ട് കിട്ടിയത് 2,900 36,000 വെറുതെ കിട്ടുക. അത് പല കാര്യങ്ങളും കണക്കുണ്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ പച്ചക്കാണ്, ഞാൻ BJP ചേർന്ന് വെറുതെ ചേർന്നതല്ല. ഞാൻ പച്ചക്കാണ് പറയുക. എന്റെ ജീവൻ രക്ഷിക്കാൻ വന്ന RSSഉം BJPയുടെ പ്രവർത്തകരുമാണ്. എന്നെ ഇവിടെ മുസ്ലിം തീവ്രവാദികൾ, ഞാൻ മുസ്ലിം എന്ന് വാക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കണം. മുസ്ലിങ്ങളിൽ തീവ്രവാദി എല്ലാ മതത്തിലുണ്ട് തീവ്രവാദി, ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, മുസ്ലിമിലുണ്ട്. പക്ഷെ മുസ്ലിമിൽ തീവ്രവാദികൾ കൂടുതലാണ്, അതാണ് സത്യം. ആ തീവ്രവാദികൾ എന്നെ കൊല്ലാൻ വേണ്ടി വന്നപ്പം 2 പ്രാവശ്യം ഈ RSSന്റെയും BJPയുടെ പ്രവർത്തനം എന്നെ രക്ഷിച്ചത്. ഇത് ഞാൻ കൊലയിരുത്തുന്നത്. അപ്പൊ ആ എന്നെ സംരക്ഷിച്ചു തന്നുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ BJP ചേർന്നത്. ഇപ്പം എനിക്ക് ഇനി പാർട്ടി മാറുന്ന പ്രശ്നം ഇരിക്കുന്നില്ല, ചിന്തിക്ക് പോലും വേണ്ടായിരുന്നു. എനിക്ക് ഒരു തന്തയുള്ളൂ, അത് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിജി തന്നെയാണ് മാറുന്ന പ്രശ്നം. BJP നേതൃത്വത്തിലുള്ള കൂറ് തെളിയിക്കാൻ വേണ്ടി ജോർജ് നടത്തിയ ഈ വിചിത്രമായ പ്രസ്താവന വലിയ രീതിയിലുള്ള ട്രോളുകൾക്കും കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങൾക്കുമാണ് വഴി തുറന്നിരിക്കുന്നത്. ഒരു വശത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നിത്യബ്രഹ്മചാരി എന്ന പ്രതിച്ഛായ നിലനിർത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിജിയുടെ വ്യക്തിപരമായ രാഷ്ട്രീയത്തിന് വേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വ്യക്തിപര രാഷ്ട്രീയ ലാഭത്തുണ്ട് ഇത്തരത്തിൽ കൂട്ടിക്കെട്ടുന്നത് രാഷ്ട്രീയ നിലവാര തകർച്ചയുടെ തെളിവായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് മോദിജി എങ്ങനെയെങ്കിലും താനിപ്പോഴും ബ്രഹ്മചാരിയാണ്, നിത്യബ്രഹ്മചാരിയാണെന്നുള്ള ഇമേജ് എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോഴാണ് PC ജോർജ് എന്ന് പറയുന്നത് അങ്ങനല്ല, എൻ്റെ തന്ത മോദിജിയാണ് എന്നുള്ളത്. ഇത് കേട്ട് മോദിജി പോലും വണ്ടറടിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിന് പുറമെ രാഷ്ട്രീയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി നേതാക്കളെ ഇത്തരം പദവികളിൽ ഉപമിക്കുന്ന ജോർജിന്റെ ശൈലിയെ വിമർശകർ കടുത്ത ഭാഷയിൽ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സ്വന്തം പിതാവിനെ പോലും മാറ്റി പറയുന്ന തരത്തിലേക്ക് നേതാക്കൾ അധപ്പതിക്കുന്നു എന്നുള്ള വിമർശനവും ഇതിനോടൊപ്പം തന്നെ ഉയർന്നു കഴിഞ്ഞു. പിന്നെ ഇത് PC ജോർജ് ആയതുകൊണ്ട് തന്നെ അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഇതല്ല ഇതിനപ്പുറം പറയുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇവിടെ PC ജോർജ് ഉയർത്തിയ ഫണ്ട് വിവാദങ്ങളാണ് BJP കൂടുതൽ കുരുക്കിലാക്കിയിരിക്കുന്നത്. ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ പണം കൃത്യമായി ലഭിച്ചില്ലെന്ന അമർഷത്തിലാണ് PC ജോർജ് മുന്നോട്ട് പോകുന്നത്. അതായത് PC ജോർജ് മാത്രമല്ല, സമാനമായ രീതിയിൽ BJPയുമായി സഹകരിച്ച് പ്രവർത്തിച്ച അഖിൽ മാരാർ, BJP സ്ഥാനത്ത് മത്സരിച്ച ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ തുടങ്ങിയവരും ഫണ്ട് വിതരണത്തിലെ ക്രമക്കേടുകൾക്കെതിരെയും പാർട്ടിയുടെ വാഗ്ദാന ലംഘനങ്ങൾക്കെതിരെയും ഒക്കെ രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. വിചാരിച്ചതുപോലെ സാമ്പത്തിക സഹായങ്ങളോ സ്ഥാനമാനങ്ങളോ ലഭിക്കാതെ വന്നതോടെ ചിലർ പാർട്ടി വിടുകയും മറ്റു ചിലർ ഫണ്ട് കിട്ടാത്തതിൻ്റെ അമർഷം പൊതുവേദികളിൽ പരസ്യമായി തുറന്നടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ ദേവനും BJPയുടെ സ്ഥാനം, അതായത് BJPയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുള്ള സ്ഥാനവും പൊതുവേദിയിൽ ഞാൻ രാജിവെക്കുന്നെന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടായി. മുൻനിര വാർത്താ ചാനലുകൾ പുറത്തുവിട്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് BJPക്കുള്ളിലെ ഈ വൻ സാമ്പത്തിക ചോർച്ചകളും അതുപോലെ ക്രമക്കേടുകളെല്ലാം പുറത്തു വന്നത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു ലോക്സഭ അല്ലെങ്കിൽ നിയമസഭാ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ ചെലവഴിക്കാൻ അനുമതിയുള്ള പരമാവധി തുക 40 ലക്ഷം രൂപ മാത്രമാണ്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് A ക്ലാസ് മണ്ഡലങ്ങളിൽ 4.5 കോടിയോളം രൂപ വരെ BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഒഴുക്കിയെത്തിയത് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. B ക്ലാസ് മണ്ഡലങ്ങളിൽ 2.5 കോടി രൂപ വീതവും വിതരണം ചെയ്തിട്ടുണ്ട്. കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലയളവിൽ മാത്രം 400 മുതൽ 450 കോടി രൂപ വരെയുള്ള കള്ളപ്പണമാണ് കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിലേക്ക് BJP ഒഴുക്കിയെന്നത് വ്യക്തമാകുന്നുണ്ട്. എന്നാൽ
ഇത്രയധികം തുക വാരി എറിഞ്ഞിട്ടും BJPയുടെ മൊത്തം വോട്ട് വിഹിതത്തിൽ ഉണ്ടായത് വെറും 1.5% മാത്രം വർധനവ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. രാജ്യത്ത് ചെറിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ന്യൂനപക്ഷ വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ പോലും ED NIA അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന സംഘപരിവാർ നേതൃത്വം ഇത്രയും കോടികളുടെ കള്ളപ്പണം എവിടെ നിന്നാണ് സംസ്ഥാനത്തേക്ക് എത്തിച്ചതെന്നുള്ള ചോദ്യത്തിന് അതിന് മാത്രം മറുപടി നൽകാൻ തയ്യാറാകുന്നില്ല. പ്രശസ്തമായ കൊടകര കുഴൽപ്പണ കേസിന്റെ തുടർച്ച തന്നെയാണ് പൂഞ്ഞാറിലും തൃശ്ശൂരിലും പാലക്കാടും കണ്ടതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച BJP നേതാവ് ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വോട്ടർമാർക്ക് 5000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകിയ സംഭവം നാട്ടുകാർ കയ്യോടെ പിടികൂടിയത് വലിയ വാർത്തയായിരുന്നു. സംഭവം വിവാദമായതോടെ മലക്കം പറഞ്ഞ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ കടുത്ത തോൽവിയാണ് നേരിടേണ്ടി വന്നതും അതും നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ വൻ തുകകൾ ഇലക്ഷൻ ഫണ്ടായി ഒഴുകിയെത്തിയിട്ടുണ്ടെങ്കിലും അത് കൃത്യമായി താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുന്നില്ല എന്നുള്ളതും അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നില്ല എന്നതും യാഥാർത്ഥ്യമായ കാര്യമാണ്. 2020 നേതാവ് സാബു ജേക്കബിന് സ്ഥാനാർത്ഥികൾ നിർത്തിയ വകയിൽ 40 കോടിയോളം രൂപ ലഭിച്ചതായും വലിയ ആരോപണങ്ങൾ ഉയർന്നു വരികയും ചെയ്തിരുന്നു. പിന്നീട് BJPയിലെ ഗ്രൂപ്പ് വഴക്കുകളും അഴിമതിയും കാരണം ഈ തുക മുഴുവൻ സ്വകാര്യ ആവശ്യങ്ങൾക്കും ചില പ്രമുഖ നേതാക്കളുടെ പോക്കറ്റിലേക്കുമാണ് പോയതെന്ന വിമർശനവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വരുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ BJP നേതാക്കൾ പതിവായി വർഗീയ പ്രചരണങ്ങളെ കൂട്ടുപിടിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ എന്നെ കൊല്ലാൻ മുസ്ലിം തീവ്രവാദികൾ വന്നപ്പോൾ എന്നെ രക്ഷിച്ചത് RSSും BJPയുമാണ്. ആ നന്ദി കൊണ്ടാണ് ഞാൻ പാർട്ടിയോട് ചേർന്നെന്ന് PC ജോർജ് പറയുന്നതും ഇതേ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ഭിന്നതയും വിദ്വേഷവും ഉണ്ടാക്കുന്നത് സംഘപരിവാർ അജണ്ടകളാണെന്നിരിക്കെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ജോർജ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാൻ ശ്രമിക്കുകയും മറുവശത്ത് വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും ചെയ്യുന്ന BJPയുടെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പൂഞ്ഞാറിൽ തനിക്ക് ലഭിച്ച 36,000 വോട്ടുകൾ പല ഘടകങ്ങൾ കൊണ്ട് ലഭിച്ചതാണെന്ന് പറയുന്ന ജോർജ് സ്വന്തം തോൽവി മറയ്ക്കാൻ ബിഷപ്പുമാർക്കെതിരെയും ക്രൈസ്തവ സഭകൾക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. സ്ഥാനാർത്ഥി നിർണയം മുതൽ സാമ്പത്തിക വീതം വയ്ക്കൽ വരെ BJPയിൽ നടന്ന ഗ്രൂപ്പ് തർക്കങ്ങളൊടുവിൽ PC ജോർജിന്റെ തന്നെ വാക്കുകളിലൂടെയാണ് പുറത്തു വന്നത്. പാർട്ടി യോഗങ്ങളിൽ BJP നേതാക്കൾ 4.5 കോടി രൂപ മുക്കി പുതിയ കാറുകൾ വാങ്ങി നടക്കുകയാണെന്ന് ആരോപിച്ച ജോർജ് തൊട്ടടുത്ത ദിവസം തന്നെ ആ നിലപാട് മാറ്റി സംസാരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ആ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഇവിടെ വലിയ രായസം പ്രസംഗിക്കുക 4.5 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് പാർട്ടി ഈ തെരഞ്ഞെടുപ്പ്. നിങ്ങൾക്ക് അറിയാമോ? എത്ര പേർക്കറിയാം? നിങ്ങൾ ആരൊക്കെ അതിന്റെ വീതം പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ സ്വയം ചിന്തിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ തൊട്ടില്ല കേട്ടോ. ആ രൂപ ഞാൻ തൊട്ടില്ലെന്ന് മാത്രമല്ല, അത് മുഴുവൻ നമ്മുടെ സജി കുരിക്കാടിനെ ഏൽപ്പിച്ചേക്കുന്നത് എനിക്ക് പറ്റില്ല. സാമ്പത്തിക കാര്യത്തിന് ഇടപാടില്ലാത്ത സാമ്പത്തിക കാര്യം അവിടെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, സജി ആ കണക്ക് തരാമോ? ഒരു കണക്ക് തരാമെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കണക്ക് ഇങ്ങോട്ട് തന്നു. 4,45,00,000 രൂപ ചെലവായതായിട്ട് കണക്കുണ്ട്. ഞാൻ ആരെയും കാണിക്കാൻ പോയില്ല. കാരണം അത് കാണിച്ചാൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർ കൂടെ നടക്കണം. അത് പലരും ഞാൻ വിളിച്ചു വെച്ചാൽ അവർ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വിട്ടാതിരിക്കാന്നുള്ളതാണ് മാർഗം. ഞാൻ വിടുന്നില്ല, ഇപ്പോഴും വിട്ടാൻ തയ്യാറില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തോന്നാം നിങ്ങൾ ആരെങ്കിലും എടുത്തോ അതിനകത്ത് പാർട്ടിക്ക് വേണ്ടി വല്ലതും ചെയ്തോ. വിജയനഗരം കിടപ്പുണ്ട് കേട്ടോ, വർദ്ധില്ല. ഒന്ന് ആലോചിച്ചു. ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച് കൊടുക്കാൻ ശക്തമായ നിർദ്ദേശം കൊടുക്കുക. എത്ര ബൂത്തിൽ കൊടുക്കും? നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുക. ഇങ്ങനെയാണ് പാർട്ടി പ്രവർത്തനം. എല്ലാ ബൂത്തിലും 31,000 രൂപ വെച്ച് കൊടുക്കണമെന്നുള്ള സ്ട്രിക്റ്റായ തീരുമാനമെടുത്ത് പണം കൊടുക്കണം. ആ പണം അവിടെ പോയി. ഞാൻ നെടുനാട് പഞ്ചായത്തിൽ ഒരു ബൂത്ത് പ്രസിഡന്റ്, അതായത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ 3,000 കൂടുതൽ ലീഡ് ചെയ്യുന്ന പഞ്ചായത്താണ് നെടുനാട്. ആ പഞ്ചായത്ത് ഞാൻ 2ാം സ്ഥാനത്ത് ഞാൻ അന്തിച്ചു. വോട്ടിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പം കാടനൊക്കെ 50 സ്ഥാനം പോകാം. അവിടെ മുഴുവോട്ട് നമുക്ക് കിട്ടുന്നതാണ്. എന്ത് സംഭവിച്ചു? അവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് വിളിച്ചു വരുത്തിയാൽ നിന്നെ തന്നെ ആ 30 നീ എന്ത് ചെയ്തെന്ന് ചോദിച്ചു. ഞങ്ങൾ തന്നിട്ടില്ല ബൂത്ത് പ്രസിഡന്റ്. അത് കൊടുക്കാൻ ഏൽപ്പിച്ചവരെ അവരെ വിളിച്ചു വരുത്തി. കൊടുക്കാൻ മറന്നുപോയി. പിന്നെ വായി വന്ന് ചീത്തയിൽ അവർ കാശ് കൊണ്ടുപോകാൻ ആ പണം വെച്ചാൽ കാശ് മേടിച്ചാൽ വിട്ടത്. അപ്പോൾ അവരോട് മാത്രം കാശ് കൊടുക്കുക, ആരും കാശ് മേടിച്ചു. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ബൈബിളുണ്ട്, ബൈബിളിനാണെങ്കിൽ മറക്കരുത്. അത്ര ബുദ്ധിമുട്ടന്മാരാണ് നമ്മുടെ പാർട്ടി. ഇങ്ങനെയാണോ പാർട്ടി പ്രവർത്തനം? നിങ്ങൾ ആലോചിച്ചു. ഇങ്ങനെ പാർട്ടികൾ പോകാൻ കഴിയുന്നു. എനിക്ക് തെറ്റ് പറ്റിയതാണ്.
അവർ അഴിമതി നടത്തിയിട്ടേയില്ല, അവരൊക്കെ പാവങ്ങളാണെന്ന് പറഞ്ഞ് പിറ്റേന്ന് മാധ്യമങ്ങൾ മുന്നിൽ വന്ന് ജോർജ് BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കളുടെ ശാസന ഭയന്നാണ് ഈ നിലപാട് മാറ്റം നടത്തിയെന്ന് വളരെ വ്യക്തമാണ്. അതായത് ഒരു തവണ വന്ന് പറയുന്നു, എനിക്ക് വന്ന ഫണ്ടെല്ലാം ഇവന്മാർ മുക്കിക്കൊണ്ട് പോയേ, എനിക്കൊന്നും കിട്ടില്ലേ, ഇവന്മാർ നരകിച്ച് ചാവുള്ളൂ, അല്ലെങ്കിൽ വണ്ടി ഇടിച്ച് ചാവൂ എന്നൊക്കെ പറഞ്ഞ PC ജോർജ് പിറ്റേ ദിവസം വന്നു, ഇത്രയും മാന്യമായ ഇത്രയും നല്ല മനുഷ്യരെ ഞാൻ BJPയിലല്ലാതെ വേറെ ഒരിടത്തും കണ്ടിട്ടില്ല, എല്ലാവരും നല്ല മനുഷ്യരാണ്, വായിൽ വിരൽ വെച്ചാൽ പോലും കടിക്കാൻ അറിയാത്തവരാണ് എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. നേരത്തെ സവർക്കർ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക് മാപ്പഴി നൽകിയ ചരിത്ര പാരമ്പര്യമുള്ള ആശയാധാരയാണ് BJPയുടെ എന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 1951 ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ച തടയാൻ അമേരിക്കൻ ഏജൻസികൾക്കും ബ്രിട്ടീഷ് സൈന്യത്തിനും കത്തയച്ച ഹിന്ദു മഹാസഭയുടെ അതേ പാരമ്പര്യമാണ് ഇന്നത്തെ BJPയും പിന്തുടരുന്നത്. BJP എടുത്ത അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ BJP വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിക്കാനും EVM മെഷീനുകളിൽ കൃത്രിമം നടത്താനും കോടികളുടെ കള്ളപ്പണം ഒഴുക്കാനും മടിക്കാത്ത ഒരു പാർട്ടിയായി BJP മാറിയിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. BJPയിൽ തങ്ങൾ അനുഭവിക്കുന്ന അവഗണനയെക്കുറിച്ചും അതുപോലെ പാർട്ടി നേതാക്കൾ നടത്തുന്ന അഴിമതിയെക്കുറിച്ചും താഴെത്തട്ടിലുള്ള സാധാരണ പ്രവർത്തകർ പോലും അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കുന്നുമില്ല. ഹോട്ടൽ കക്കൂസ് ബില്ലുകളിൽ വരെ ലക്ഷങ്ങളുടെ വ്യാജ കണക്കുകൾ കാണിക്കുന്ന നേതാക്കളുടെ ഒരു പാർട്ടിയായി BJP മാറുന്ന വിമർശനവും ശക്തമായി ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇന്ന് തിരുത്തി പറയുന്ന സ്വന്തം അണികളെ പോലെ വഞ്ചിക്കുന്ന അവസരവാദ രാഷ്ട്രീയം കേരളത്തിലെ ബോധമുള്ള പൊതുസമൂഹം സ്വീകരിക്കില്ല എന്ന PC ജോർജിന് നേരിട്ട തിരിച്ചടികൾ തന്നെ തെളിവായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നതാണ്. ഇതിനെല്ലാം പുറമെ സ്വന്തം മണ്ഡലങ്ങളിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ വരുമ്പോൾ സാമ്പത്തിക ഫണ്ടിന്റെ കുറവാണ് കാരണമെന്ന് പറഞ്ഞ് മെഴുകാനാണ് BJP നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പുറത്തു വരുന്ന അഴിമതികളുടെയും കള്ളപ്പണത്തിന്റെയും ഞെട്ടിക്കുന്ന കഥകൾ താഴെത്തട്ടുള്ള BJP അണികളെ പോലും കടുത്ത അതിർത്തിയിലേക്ക് തള്ളിവിടുകയാണ്. ഒരു വശത്ത് സാമ്പത്തിക ശുദ്ധീകരണത്തെക്കുറിച്ചും അഴിമതിരഹിത ഭരണത്തെക്കുറിച്ചും വാചാലരാകുകയും മറുവശത്ത് ഇത്തരത്തിൽ കോടികളുടെ കള്ളപ്പണം ഒഴുക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇപ്പോൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ണിൽ വിദ്വേഷവും വർഗീയതയും കള്ളപ്പണവും വിതറി വിജയിക്കാമെന്ന BJPയുടെ കണക്കുകൂട്ടലുകൾ ഓരോന്നായി തെറ്റുകയാണെന്ന് സമീപകാല സംഭവങ്ങൾ വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാതെ വെറും കള്ളപ്പണത്തെയും വ്യാജ പദ്ധതികളെ മാത്രം വിശ്വസിച്ച് ഇലക്ഷൻ ഗോതയിലേക്ക് ഇറങ്ങുന്നവർക്ക് കേരളത്തിലെ വോട്ടർമാർ നൽകുന്ന കടുത്ത തിരിച്ചടിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് PC ജോർജ് മാറിയിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ വോട്ട് കിട്ടുന്ന പ്രാഥമിക തത്വം മറന്ന് വോട്ടർമാരെയും സ്വന്തം അണികളെയും വഞ്ചിക്കുന്ന BJPയുടെ ഈ വിചിത്രമായ നിലപാടുകൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയെ കൂടുതൽ അപകാശമായ അവസ്ഥയിലേക്ക് തള്ളിവിടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം ജോർജ് പറഞ്ഞത് എൻ്റെ തന്തയാണ് നരേന്ദ്രമോദി എന്നാണ്. അപ്പോൾ പൊതുവെ നാട്ടുകാർ ചോദിക്കുന്നത്, അപ്പോൾ ഷോണിന് പുതിയൊരു അപ്പൂപ്പനെ കൂടി കിട്ടി എന്നുള്ളതാണല്ലോ. അതായത് ഇനി മുതൽ ഷോൺ ജോർജ് പറയുമ്പോൾ പറയേണ്ടത് ഷോൺ ജോർജ് എന്നതിനൊപ്പം തന്നെ എൻ്റെ മുത്തശ്ശൻ നരേന്ദ്രമോദിയാണെന്ന് കൂടി പറയേണ്ടി വരുമെന്നുള്ള സാഹചര്യം കൂടി ഉണ്ടാകും. ആലോചിക്കണം, സ്വന്തം ലാഭത്തിന് വേണ്ടി, സ്വന്തം വയറ്റിപ്പിഴപ്പിന് വേണ്ടിയിട്ട് സ്വന്തം തന്തയെ പോലും മാറ്റി പറയുന്ന നിലപാടുള്ള ഒരാളാണ് PC ജോർജ് എന്ന് കൂടി ഇവിടെ ആലോചിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പണ്ട് ഷാഫി പറമ്പിൽ സഭയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, PC ജോർജിനെ പോലൊരു പൊളിറ്റിക്കൽ വേസ്റ്റിനെ താങ്ങി നടക്കുന്നുള്ളത്. അതുതന്നെയാണ് ഇപ്പോൾ ജനങ്ങളും പറയുന്നത്. PC ജോർജിനെ പോലൊരു പൊളിറ്റിക്കൽ വേസ്റ്റ് വന്നിരുന്ന് പച്ചയ്ക്ക് വർഗീയത പറയുകയും പച്ചയ്ക്ക് എന്തും വിളിച്ച് പറഞ്ഞതിലേക്ക് പോകുമ്പോൾ നമ്മുടെ പൊതുസമൂഹം അതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് കൂടി ചിന്തിക്കേണ്ട കാര്യം കൂടിയുണ്ട്. ഇവിടെ ഇപ്പോഴിതാ സ്വന്തം ലാഭത്തിന് വേണ്ടി സ്വന്തം തന്തയെ പോലും മാറ്റി നരേന്ദ്രമോദിയാണ് ഇനി മുതൽ എൻ്റെ തന്തയെന്നും നരേന്ദ്രമോദി മാത്രമാണ് എൻ്റെ തന്തയെന്നും പറയുന്നത് ഷോൺ ജോർജിന് മുത്തശ്ശനെ കിട്ടിയിരിക്കുന്നത് തന്നെ. ഇതൊക്കെ അറിഞ്ഞാൽ നരേന്ദ്രമോദിക്ക് ഞെട്ടലുണ്ടാക്കുക മാത്രമല്ല, അദ്ദേഹം പേടിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതായത് നരേന്ദ്രമോദി പറയും, ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ ബയോളജിക്കൽ തന്തയായത് എന്ന് ചോദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകും. അപ്പോൾ പറയും, ബയോളജിക്കൽ തന്തയല്ല, എൻ്റെ പൊളിറ്റിക്കൽ തന്ത മോദിജിയാണ്, മോദിജി മാത്രമാണ് എൻ്റെ തന്ത, ഇനി എനിക്ക് വേറെ തന്തമാരേ ഇല്ല, എൻ്റെ എല്ലാ തന്തമാരെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്, ഇനി എനിക്കുള്ള ഏക തന്ത മോദിജി മാത്രമാണെന്നാണ് PC ജോർജ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.